ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെയർ വരെയാണ് പിക്ചർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. ഞാൻ A5 ബുക്കിലാണ് നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ പല കുട്ടികളും ഹെയറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത് കാരണം ഞാൻ A4 ബുക്കിലേക്ക് പിക്ചർ മാറ്റി വരച്ചിട്ട് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ 6B പെൻസിലാണ്. ഇതുപോലെ ചെരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിക്ചറിലേക്ക് നോക്കിയിട്ട് വേണം ഡാർക്ക് എവിടേക്കാണ് ഉള്ളത് നോക്കിയിട്ട് ചെരിച്ചിട്ട് ലൈറ്റായിട്ട് ടോൺ കൊടുക്കുക. ഞാൻ 6B ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് ടോൺ കൂടും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2B വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് നമ്മുടെ പിക്ചറിൽ ഓരോ ഭാഗവും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിക്ചറിലേക്ക് കറക്റ്റായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഹൈലൈറ്റുകളൊക്കെ എവിടെയാണെന്ന് നോക്കിയിട്ട് ആ ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇത് ബ്ലെൻഡിങ് സ്റ്റാമ്പ് ഒരുപാട് പ്രാവശ്യം ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു അറ്റത്ത് കുറച്ച് ഡാർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടുള്ള ടോണുകൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ ചെയ്യുമ്പോൾ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഫസ്റ്റ് ഷെയ്ഡ് ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ അതിന്മേൽ ഉള്ള ഒരു കളർ ഉണ്ടാവുമല്ലോ, ലൈറ്റ്, അതായത് വളരെ ലൈറ്റായിട്ടുള്ള ടോണുകളുള്ള ഭാഗത്ത് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, കുറച്ചുകൂടി ഡാർക്കുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ പിക്ചറിലേക്ക് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക ഓരോ ഭാഗങ്ങളും. നമ്മൾ ഈ ഒരു ഷെയ്ഡിങ്ങിൽ 10Bയും 6B മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. 10B ഹെയറിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നത് 6B പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് സമയം വെച്ചിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കുന്നില്ല, കാരണം കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾ ഷെയ്ഡിങ്ങിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കില്ല. ജസ്റ്റ് അതെങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് ഐബോളാണ്. ഐബോൾ പിക്ചറിലേക്ക് നോക്കുക, ഒരുപാട് ടോണുകൾ അതിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ പെൻസിൽ വെച്ചിട്ട് അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് ആ ടോണുകളൊക്കെ തന്നെ പിക്ചർ ചെയ്യുമ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.